നമസ്കാരം. അയലാൻ നമ്മുടെ ആർ രവികുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ശിവകാർത്തികേയൻ നായകനായ അയലാൻ റിലീസായി. പടം പോയി കണ്ടു. കുറച്ച് ലേറ്റ് ആയിട്ട് പടം പോയി കണ്ട, റിലീസിന് കാണാൻ പറ്റിയില്ല, വർക്ക് കാര്യങ്ങൾ തിരക്കൊക്കെ ആയിട്ട്. ഇന്ന് പടം കണ്ടുകൊണ്ട് വന്നു. എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കൽ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ, എന്ന് വെച്ചാൽ കുറെ വർഷങ്ങളായി ഈ ഒരു പടത്തിന്റെ 2018-19 കാലഘട്ടത്തിൽ ഇതിന്റെ കഥ കേട്ട് ഇത് അയലാനിൽ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോ കോവിഡിൽ ഷൂട്ടിംഗ് മുടങ്ങി, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് കുറെ പണിയെടുത്ത് VFXും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇറങ്ങി വന്ന ഒരു സിനിമയാണ് അയലാൻ. അതിൽ കൂടുതൽ ഗ്രാഫിക്സ് എല്ലാം ചെയ്യുന്നത് ആ ഒരു ഏലിയന്റെ സയന്റിഫിക് മൂവി പോലത്തുള്ളൊരു ജോണറിൽ പെട്ടതാണ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് അങ്ങനെ ആ ഒരു രീതിയിലൊന്നുമില്ല. എന്നാൽ നാട്ടിനെ കൊള്ളയടിക്കാനും അല്ലെങ്കിൽ നാട്ടിനെ നശിപ്പിക്കാൻ നടക്കുന്ന കുറെ പേര്, അതിന് രക്ഷകനായിട്ട് വരുന്ന നായകനും ഏലിയനും, അങ്ങനെയുള്ളൊരു ജോണറിൽ പെട്ട നമ്മൾ കണ്ടു മടുത്തതൊക്കെയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ, ഏലിയനെ കണ്ടപ്പോൾ എനിക്ക് കോയി മിൽഗിയ എന്ന് പറഞ്ഞൊരു പടമുണ്ട് നമ്മുടെ ഋതിക് റോഷന്റെ. ആ സമയത്ത് ഇതേപോലെ ഒരു ഏലിയൻ വരുന്നതാണ്. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് ആ രീതിയിലാക്കിയാലും പിന്നെയും കുഴപ്പം. ഇതൊരു ടൈപ്പ് ഏലിയൻ, ഒറ്റയ്ക്കാണ് വരുന്നത്, നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഏലിയൻ ആയിട്ടാണ് ഇപ്പോൾ കണക്കൂട്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ CG വർക്ക് ചെയ്തവരാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു പണി തന്നെയാണ്. ഇത്രയും വർഷം ഇരുന്ന് പണിയിലാണ് അവരെ കാണാൻ, നമുക്കത് കാണാനും പറ്റുന്നത്. അതിൻ്റെതായ ഒരു ഇതിൽ ഒരു എന്താ പറയാ, നമുക്ക് VFX നമുക്ക് കണ്ടാ പറയാം ഇത് എന്ത് VFX, കട്ടൻ വലിച്ച് കെട്ടിയ പോലെയാന്നുള്ളത്. ആ ലെവലിലൊന്നുമില്ല. അതൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഏലിയൻ ആയിക്കോട്ടെ, അതിന്റെ ഒരു രൂപകൽപ്പനയും കാര്യങ്ങളെല്ലാം ഏലിയൻ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിശ്വസിപ്പിക്കുന്ന തരത്തിലൊരു കഥ ഇങ്ങനെ കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഇത് എക്സ്പെഷ്യലി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്നത് ഈ ഒരു പടം. ഞാനത് കുറെ റിവ്യൂ നമ്മൾ കാര്യം കണ്ടു. നമുക്കിങ്ങനെ നമ്മളെ പോലുള്ള എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറെ എല്ലാ സിനിമകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ വലിയൊരു അത്ഭുതം, കഥയിൽ വലിയൊരു അത്ഭുതമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഒരു നോർമൽ നമ്മൾ കണ്ടുമറന്ന് ഈ രക്ഷകനായിട്ട് വരുന്ന ഓരോരോ ഇതുണ്ടല്ലോ, ഒരു സൂപ്പർ ഹീറോ നമ്മുടെ ഒരു പരിമിതിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിന്നൽ മുരളി ഒരു സൂപ്പർ ഹീറോ പടമാണ് നമ്മുടെ കേരളത്തില്. ഇതില് തമിഴ്നാട്ടിൽ പോയ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അയലാൻ പോലെയുള്ള ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കുത്തി നിറച്ച് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുവരുന്നതാണ് അയലാൻ. അത് രണ്ട് നമുക്ക് ഈ ഒരു പടം, നമുക്ക് മിന്നൽ മുരളി എന്ന് പറഞ്ഞ പടം നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ആ ഒരു കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കണക്ട് ആവണമെന്നില്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. തമാശയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് എറിഞ്ഞെറിഞ്ഞ് നോക്കുന്നുണ്ട്. കുറെ എണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ അവിടെ ചീഞ്ഞ് നാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കോമഡി ഉണ്ട്. പടത്തിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ശിവകാർത്തികനെ കുറിച്ച് അറിയാം. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പുള്ളിന്റെ അഭിനയങ്ങളും കാര്യങ്ങളെല്ലാം പക്കാവാക്കിയായിട്ട് ചെയ്തിട്ടുണ്ട്, നായികയായാലും എല്ലാം. പക്ഷെ വില്ലൻ ഒരു ജീവനില്ലാത്തൊരു വില്ലനായി പോയി. വില്ലൻ ഇത്രയും അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ഒരു കല്ലിന് വേണ്ടി നടക്കുന്നു, എന്റെ സ്റ്റാർ എവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവസാനം ഒരു ഫൈറ്റ് വന്നിട്ട് കല്ലുകൊണ്ട് ചാവും. ഇതാണ് പുള്ളിക്കാരൻ അവസ്ഥ. വലിയൊരു ബിൽഡപ്പും കൊടുത്ത് വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ട് വില്ലന്മാർക്ക് വലിയൊരു നമ്മുടെ വിനായകൻ, നമ്മുടെ വർമ്മൻ കഴിഞ്ഞ പിന്നെ വില്ലൻ എന്നുള്ളൊരു കഥാപാത്രങ്ങളിൽ അത്ര ഒരു ജീവൻ വെച്ചൊരു കഥാപാത്രം നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതിന് ശേഷം കുറെ വില്ലൻ ഇല്ല ഒരു പടത്തിൽ. മെയിനായിട്ട് പറയാം, വില്ലനായിട്ട് നമുക്ക് അങ്ങനെ കോൺസെപ്റ്റ് തോന്നുന്നില്ല. നമുക്കറിയാം ഇതൊരു പടത്തിന്റെ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ എൻഡ് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതിന്റെ എൻഡിങ് എന്താണെന്നുള്ളത്, ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നത്, ഇനിയിപ്പോ എന്താ, അതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് ആ കഥ പറഞ്ഞു പോണത്. ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്നും ഒരാൾ ടൗണിലോട്ട് വരുന്ന സമയത്ത് ഈ ഏരിയയും വരികയും ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന വില്ലന്മാർ ഈ ഭൂമിനെ മൊത്തം നശിപ്പിക്കാൻ നിൽക്കുന്ന തരത്തിലുള്ള ഇത് പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ ഭൂമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഏലിയനായിട്ടാണ് നമുക്ക് കൂട്ടുന്നത്. കാരണം അറിയാലോ, ഇത് നമ്മൾ കണ്ടുമടുത്ത കുറെ ഒരു ലെവലിലുള്ള ഒരു തന്നെയാണ് രക്ഷകനായിട്ടുള്ളത്. അതിന്റെ ഒരു പാവമായിട്ടുള്ള ഒരു നായകനും പിന്നെ ഈ ശക്തി നായകന് കിട്ടലും പിന്നെ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ നായിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതില്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം എന്നല്ല ഉപരി ഒരു പുതുമ എന്നൊരു ഇത്രയും വർഷം ചെയ്തതിലൊരു നമുക്കൊരു കഥയിലുണ്ടായ ഒരു മാറ്റം. CG വർക്കും VFX ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്.
അതെല്ലാം അവർ ഇരുന്ന് പണിതുണ്ട്, അതിൻ്റെതായ ഇത് നമുക്ക് കാണാം, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കഥയിൽ ഒരു പുതുമയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. അയലാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം അവർ അതിന്റെ പുറകിലിട്ട് പണിത് പക്ഷെ കഥയിൽ ഒരു ചേഞ്ച് വരാത്ത ലെവലിൽ ഒരു പണിയലായിപ്പോയി എന്നുള്ളതാണ്. ഒരു ഏലിയൻ വരുന്ന ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയില്ല. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കോയി മിൽഗിയ എന്ന് പറഞ്ഞ ഒരു പടമാണ്. വന്ന് വഴിതെറ്റിപ്പോയിട്ട് ഒരു കൂട്ടത്തിൽ പോയി മനുഷ്യഗണത്തിൽ പോയി ചേർന്നിട്ട് പിന്നെ അവരുടെ ഇടയിലുണ്ടാവുന്ന ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ചിത്രീകരിച്ചൊരു പടമാണ് ഈ കോയി മിൽഗിയ എന്ന് പറഞ്ഞത്. ഇത് വേറൊരു ഇതില്ല, ഇതിന് നാട്ടിനെ രക്ഷിക്കാൻ വരുന്ന പോലെയുള്ളൊരു ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാമാണ്. ഒരു വ്യവസായ കുടുംബത്തിൽ നിന്ന് ഒരു അപ്പാവി, അതിങ്ങനെ നമുക്കിങ്ങനെ കണ്ടിരിക്കുക. അങ്ങനെ ഒരു ബോറടി കാര്യങ്ങൾ എന്ന് പറയാൻ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെയില്ല. ഇത് നമ്മളിങ്ങനെ നേരം പോകാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല പലതും, അങ്ങനെയുള്ളൊരു ഇത് തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിരി വരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട്, പക്ഷെ ഉള്ളിന്ന് വരുന്നില്ല. ചിലതൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായി പോയിട്ടുണ്ട് കോമഡികളൊക്കെ, ബാക്കിയുള്ളതൊക്കെ ചീഞ്ഞ് നാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അതൊക്കെയാണ് ഇതിന്റെ. പിന്നെ അതിന്റെ കൂടെ അഭിനയിച്ച് നമ്മുടെ എന്താ പറയുക, പേര് മറന്നുപോയി, നമ്മുടെ യോഗി ബാബു, പിന്നെ നായിക പേര് കറക്റ്റ് അറിയില്ല, പിന്നെ വില്ലന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ, പിന്നെ ഒരു അമേരിക്കക്കാരൻ വരുന്നുണ്ട്, അവൻ അടിപൊളിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഏലിയൻ വന്നിട്ട് കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. ആ കൗണ്ടറൊക്കെ ചിലതൊക്കെ ക്ലൈമാക്സിലേക്ക് അത് ക്ലിക്കായിട്ടുണ്ട്. നമ്മുടെ യോഗി ബാബു തന്നെ അതിന്റെ കൗണ്ടറുകൾ കുറച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ ശിവകാർത്തികേയന് വലിയൊരു കൗണ്ടറൊന്നുമില്ല. പിന്നെ കൗണ്ടർ അടിക്കണവന്റെ കൂടെ നിന്നിട്ട് നിൽക്കാന്നല്ലാതെ കൗണ്ടർ അടിക്കണതിൽ ശിവകാർത്തികേയൻ ഈ പടത്തായിട്ട് കുറച്ച് പുറകോട്ടാണ്. വരുത്തപ്പെടാതെ വാര്യപ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരു കൗണ്ടർ എന്നുള്ള ലെവലിലുള്ളൊരു തമാശ പടമാണ്. പക്ഷെ കൂടെ നിൽക്കുന്ന ഒരു തമാശ പറയുന്നെങ്കിൽ കൂടി നമുക്കൊരു ചിരി വർത്താനുള്ള ഒരു കോമഡി ഒന്നും ശിവകാർത്തികേയന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ എ ആർ റഹ്മാന്റെ മ്യൂസിക്, ക്ലൈമാക്സും അതിന്റെ മുമ്പ് ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള സീനിലൊക്കെ എനിക്ക് ഇത് തോന്നിയത്, എന്തിരന്റെ ആ ഒരു ഫ്ലാറ്റൊക്കെ തീ പിടിക്കുന്ന സമയത്ത് പോയിട്ട് രക്ഷിച്ചിട്ടൊക്കെ വരില്ലേ, ആ സമയത്തുള്ള ഒരു ട്യൂണും കൂടി മിക്സ് ചെയ്ത് വന്ന പോലെ തോന്നി. ഞാൻ അശ്വൻ ഗോഖിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു എന്തിരിന്റെ എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് തൊട്ടേ അത് അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. അല്ല, ഇന്റർവ്യൂവിന് ശേഷം കുറച്ചും പിന്നെ ക്ലൈമാക്സിലും ഇതൊരു എന്താ പറയാ എന്തിരന്റെ ഒരു മിക്സ് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊന്നും വലിയ കാര്യമില്ല, നമ്മൾ ഏച്ചുകൂട്ടിയെ മുഴച്ചു നിൽക്കും പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പാട്ടുകൾ. ആവശ്യമില്ലാതെ ലെവലിലുള്ള കുറെ പാട്ടുകളൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. റൊമാൻസും വലിയ കാര്യമൊന്നുമില്ല. പടം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എങ്ങനെ വരും, ഏലിയൻ വന്ന് ഇങ്ങനെ രക്ഷിക്കും, അങ്ങനെ എന്നൊക്കെ നമ്മൾക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണല്ല. പിന്നെ 2 മണിക്കൂർ അതെങ്ങനെ എടുത്തു വെച്ചിരിക്കണമെന്ന് അറിയാനല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലുപരി പടത്തിനെ കുറിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഇതില്ല കാണുമ്പോൾ എനിക്കത് അത്രയും ഫീൽ ചെയ്തില്ല. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. തമിഴ് ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആകും ഇത്. കാരണം ഞാൻ പടത്തിന് പോയപ്പോൾ അവിടെ ഉള്ള കുറച്ച് ഏകദേശം ഒരു 60-70% പേരും തമിഴ് ആൾക്കാരാണ് അവിടെ നിലവിൽ പടം കാണാൻ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കുറെ കച്ചവടക്കാരും കാര്യങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ പൊങ്കലിന് എന്തോ ഇതുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒഴിവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്ന് കയറിയതായിരുന്നു ആ തിയേറ്റർ. പക്ഷെ അവർ മാത്രം ചിരിക്കുന്നുണ്ട്, നല്ല പൊട്ടി ചിരിക്കുകയാണ് അവർ ഓരോ കൗണ്ടർ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചിരി വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് കണക്ട് ആവും. നമുക്കത് പേഴ്സണലി മലയാളികൾക്ക് അത് എത്രത്തോളം അത് എടുക്കണം എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ കണ്ടിരിക്കാം, 2 മണിക്കൂർ 2.5 മണിക്കൂർ കണ്ടിരിക്കാന്നതിലുപരി അതിലെന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കഥയിൽ പുതുമയില്ല. പക്ഷെ വിഷ്വൽ കൊണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാം എന്ന് തന്നെയാണ്. അയലാൻ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. എല്ലാവരും അതിൻ്റെതായ രീതിയിൽ അഭിനയം കൊണ്ട് നോക്കുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ മികവ് പുലർത്തിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ ഇല്ല എന്നുള്ളതേ പേഴ്സണലായിട്ട് പറയാനുള്ളൂ. എന്തായാലും കണ്ടിരിക്കാം പടം.